ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേയ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രോ എടുക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്ന് ചേക്കറേ ബാബിയുടെ വീട്ടിൽ നിന്ന്, അതായത് സിനുവിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഇൻട്രോ. ബാക്കിൽ കണ്ടില്ലേ, അളിൻ്റെ വണ്ടി അവിടെ ഉണ്ട്. പിന്നെ സിനുവിൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങോട്ട് വരാൻ കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് അടുത്തൊരു ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രി എത്തിയില്ലേ. ഇന്നലെ രാത്രി നമ്മൾ അളിയന് പിന്നെ അളിയൻ്റെ സിനുവിൻ്റെ കൂടെ ഒപ്പം ഞാനും ചക്കരയും ഇവിടെ എത്തി. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ സ്റ്റേ ഒക്കെ ആക്കി. പിന്നെ രാത്രി ഫുഡ് കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? പത്തിരി ചിക്കൻ കറി എന്തായിരുന്നു? കാട പൊരിച്ച്. നല്ല കാട. ഇവിടെ വരുമ്പോൾ സ്പെഷ്യൽ എന്താ വെച്ചാൽ നല്ല കാട പൊരിച്ചത് കിട്ടും. അതാണ് ഇവിടുത്തെ റെസിപ്പി. നമ്മൾ കണ്ണൂർക്കാരൊക്കെ പിന്നെ എന്താണ് കല്ലുമ്മക്കായൊക്കെ റെസിപ്പി കൊടുക്കൂലേ, അതേപോലെ ഇവിടെ വരുമ്പോൾ സ്പെഷ്യൽ പറയുമ്പോൾ കാട പൊരിച്ചതാണ്. അപ്പോൾ രാവിലെ ആയാലും ഇപ്പോഴായാലും ആ ഒരു സാധനം മെയിനാണ് ഇവരുടെ. അപ്പോൾ അടിപൊളി സാധനം, മാഷാഅല്ലാ സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒന്നല്ല, അതന്നെ ഇവിടെ സ്പെഷ്യൽ ഉണ്ടാവുക, സിനിൻ്റെ ഉമ്മാരുടെ സ്പെഷ്യൽ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അലമോളുണ്ട്. അലമോള് ഉള്ളിലില്ലേ? അലമോളൊന്ന് കാണണ്ടേ? അലമോൾ നമ്മൾ ഇന്നലെ കണ്ടു. അലമോൾ നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അലമോൾ അധികം നമ്മളെ വീഡിയോയിൽ വന്നിട്ടില്ല, പക്ഷെ ഉള്ളപ്പോൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്കിനി ഇറങ്ങാം. അപ്പോൾ ഇനി ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ അലമോളെ കണ്ടിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകും. അപ്പോൾ മക്കളെ, ഇവിടെ അലമോളും ചക്കരയും കൂടി എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത്ര നേരം ഉണർന്ന് കിടക്കായിരുന്നല്ലോ. ക്യാമറ ഉണ്ടപ്പോൾ ഉറങ്ങിയതാ. സിങ്കിടി എന്താ അലമോളെ ചക്കര മാമി എന്താ പറയണേ? ചക്കര അമ്മായി കാക്കൊന്നും ഇതിന്റെ പറയരുത്, ഞാൻ പറഞ്ഞേക്കണോ എന്നോട്. അലമോളു ഉറങ്ങിട്ടോ. വ്ളോഗ് എന്ന് പറഞ്ഞ് മനസ്സിലായപ്പോഴേ അലമോൾ ഉറങ്ങി. നിങ്ങളിപ്പോൾ അങ്ങനെ ആക്കണ്ടാന്ന്, നിങ്ങൾ അങ്ങനെ ഇപ്പോൾ സൂയിക്കണ്ടാന്ന്, നിങ്ങൾ കാണിക്കണ്ടാന്ന്. അപ്പൊ തന്നെ ഉറങ്ങിട്ടോ. സ്വിച്ച് ഇട്ട മാതിരി ഉറങ്ങിട്ടോ. അലക്കുട്ടിയെ അമ്മായി കാക്കു അത്രേ. അലക്കുട്ടിയെ ഇപ്പൊ നീച്ചല്ലായിരുന്നു ഇത്ര നേരം? ഇപ്പഴല്ലേ ഇറങ്ങി? എന്നെ കണ്ണേ കുഴപ്പമൊന്നുമില്ല, എന്നെ കണ്ണേ പ്രശ്നം. അയൊക്കെ സിങ്കിടി ഗെയ്സ്. ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലെ നമ്മള് ഇവിടെ തുണിക്കടയിൽ പോയപ്പോ ഇല്ലേ, കൈ ഇങ്ങനെ പിടിച്ചേക്കാണ്. ഇതൊക്കെ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ വിടണില്ല. നീച്ചു വീണ്ടു. അപ്പൊ കൈ ഇങ്ങനെ നോക്കൂല പിടിച്ചിട്ട് നോക്കാം. ഇങ്ങനെ ഇന്നലെ കൊറേ നേരം പിടിച്ചിട്ട് എന്നെ കൊണ്ട് പോവാണേ. വഴികാട്ടിയായിരുന്നു ഇന്നലെ. എന്റെ വഴികാട്ടിയായിരുന്നു എന്റെ ചിങ്കിടി മോൻ. പ്രഭു കുട്ടീനെ ഉണർത്തിയിട്ടില്ല. കളിപ്പിക്കാം. രസതല്ല കുട്ടീന്റെ അടുത്ത് ഇങ്ങനെ നിക്കാക്കൂല. താടി മീശ കാണുമ്പോ ഏതായി കാട്ടാളെന്ന് വിചാരിക്കും. അമ്മായി കാക്കയുടെ സ്വത്ത് എന്റെ കുട്ടി നിജാസ് എന്ന് വിളിച്ചോട്ടോ. അമ്മായി കാക്കു അമ്മായി കാക്കു ഇങ്ങനെ അല്ല, അമ്മായി കാക്കു അല്ല, അമ്മായി കാക്ക. എത്തന്റെ കേട്. അമ്മായി കാക്ക, അമ്മായി കാക്കയാണ്. അമ്മായി കാക്ക ചിരിക്കുന്നല്ല, അമ്മായി കാക്ക പറഞ്ഞപ്പോ ഇഷ്ടായി. എന്തൊക്കെയോ പറയുന്നുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് വിട്ടിട്ട് പോവെന്ന് ചോദിച്ചു. ഇവിടെ എന്തായിരിക്കും? അലക്കുട്ടി അമ്മായി കാക്കയാണല്ലേ. അലക്കുട്ടി നല്ല ഉറക്കത്തിലാണ് മക്കളെ. ഡിസ്റ്റർബ് ചെയ്യാതെ പോ മനുഷ്യാലേ. ഡിസ്റ്റർബ് ചെയ്യല്ലോ. രാത്രി ഞങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. രാവിലെ ഉറക്കം തരില്ലേ? അതിപ്പോ നമ്മക്കാരും അങ്ങനെ തന്നെയാണേ. അതൊക്കെ ഒരു ഇതാക്കി വെച്ചോ, ഒക്കെ ഒരു ഇതാക്കി വെച്ചോട്ടോ. ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാ. മറ്റേ ഞാൻ അറിഞ്ഞിരിക്ക, കാക്കു അറിഞ്ഞിരിക്കുന്ന ആട് സിനിമയിൽ പറയില്ലേ, അറക്കല ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതേപോലെ ഒന്ന് അറിഞ്ഞു വെച്ചോക്കെ. അതോ അല്ലാ, ഡിസ്റ്റർബ് ചെയ്യല്ലേ അമ്മായി കാക്ക. പാല് കുടിച്ചോടി.
മക്കളെ ഇപ്പൊ ഉണർന്നു കേട്ടോ. ഉണർന്നിട്ട് ഫോൺ എടുത്തപ്പോ എന്ത് ചെയ്തു, വീണ്ടും ഉറക്കായി. നോക്ക് ചക്കരേ, കുട്ടി ആരെപ്പോലെ ആരെപ്പോലെ? കുട്ടിയുടെ പോലെ തന്നെ ഉണ്ട്. കുറെ ആൾക്കാർ പറയുന്നത് പിന്നെ അളിയനെ വരികയാണെന്ന്, കുറെ ആൾക്കാർ പറയുന്നുണ്ട് അന്നെ പോലെയാണെന്ന്, കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ഇന്നലെ ഇപ്പൊ കുറെ കമന്റ് ഉണ്ട് മിയാസിനെ മാതിരി ഉണ്ട്. അലയുടെ പോലെ തന്നെ. അലയുടെ പോലെ തന്നെ ഒരുപാട് ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞാൽ അന്നെ അളിയനെ കേട്ടോ. അന്നെ പോലെ ഉണ്ട്, അളിയനെ പോലെ ഉണ്ട്. കുഞ്ഞല അഞ്ചും കൂടെ നോക്കാം, നോക്കട്ടെ, നോക്ക് ഇങ്ങോട്ട് നോക്കട്ടെ. അല്ല പക്ഷെ അങ്ങനെ ആൾക്കാര് പറയണ്ടല്ലോ. അങ്ങനെയൊക്കെ പറയും, പക്ഷെ അങ്ങനെയല്ല. കുഞ്ഞല്ലെന്ന് കുഞ്ഞല്ലേ ഞാൻ പോലെയാണ് പറയുന്നത്. വലുതായി കഴിഞ്ഞാൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു. വലുതായി കഴിഞ്ഞാൽ നിന്നെ എന്തെന്നാ വിളിക്കുക? നിന്നെന്തെന്നാ വിളിക്കാന്ന് ചോദിച്ചു. ചക്കരയെന്നൊന്നും എത്തൂല, ചക്കാന്ന് വിളിക്കുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ. അല്ല മോളെ ഇതാരാന്ന് പറയും. അപ്പൊ ചക്കര അറിഞ്ഞാൽ ഞാൻ പറയും ചക്കര, അതൊന്നും പറയാൻ എത്തിയിട്ടില്ല, ചക്ക അങ്ങനെ പറയുള്ളൂ കേട്ടോ. മക്കളെ നമ്മള് പോവാണ് കേട്ടോ. ഇടയ്ക്ക് സംസാരിക്കുമ്പോ ചോദിക്കലുണ്ട്. ആറേ ഇങ്ങനെ തംസപ്പ് പറയും, തംസപ്പ് പറയും. ആ നീച്ചു നീച്ചു തംസപ്പ് പറയും, നിന്നോട് തംസപ്പ് പറയും. കൈയൊക്കെ കൈ പിടിക്കണ പോയിട്ട് വരാട്ടോ. ചക്കരതാ കുട്ടീനോട് യാത്ര പറയാണ്, പോണ് കയറിയാണ്. ടാറ്റാ. നീച്ചിട്ടോ, ഇപ്പൊ തന്നെ ഉറങ്ങട്ടോ, ഇപ്പൊ ഉറങ്ങും. നോക്കോണ്ടു നോക്കാണ്. ഇന്നലെ കൊറേ സ്ഥലങ്ങള് കണ്ടു രാത്രി അല്ലേ? ഇന്നലെ ലൈറ്റും വെളിച്ചൊക്കെ കണ്ടേല് നോക്കാണ്. ആ അല്ലേ, കണ്ണൂർ നോക്കുമ്പോ അതാ വീണ്ടും മൊബൈൽ ഫോൺ, വീണ്ടും വ്ളോഗ്. ഇനി ഇപ്പൊ ഇന്നെ കൊണ്ട് ഉറങ്ങിക്കളയാ. ഓ ഓ എന്താണ് സുന്ദരി? ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ. നോക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ചല്ല ശിങ്കിടിയെ. ഞങ്ങളിപ്പോ ഉറങ്ങട്ടോ, ഞങ്ങളിപ്പോ ഉറങ്ങിക്കൊണ്ട്. ഓക്കെ, ഉറക്കക്ഷീണുണ്ട് പോണു. ഉറക്കത്തിനാണ് കൊട്ടുമായിട്ടുണ്ട്. എന്നെ നോക്കണമൊക്കെ അത് കണ്ടോ. ഈ അടുത്തിരുന്നിട്ട് നോക്കണ ആരെ? ഇന്നെ. അവ ഇഷ്ടപ്പെട്ട ആരെ? ഇന്നെ. അല്ല അല്ല മോളെ, ടാറ്റാ ടാറ്റാ. നോക്കണം, നോക്ക് എന്നെ കള്ളിപ്പെണ്ണ്, കള്ളിപ്പെണ്ണ്. നോക്കണം, നോക്കാം. തൊയിരവും തരണില്ല ആരും. ജോറയിക്കോ പെണ്ണേ, ജോറയിക്കോ പെണ്ണേ. പോവാം. അപ്പോ നമ്മളിതാ പോവാൻ ഇറങ്ങാണ്. ശരി, ബൈ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം എന്ന് പറയും, വലൈക്കും അസ്സലാം എന്ന് പറയും. ഓക്കെ, പോലെ വെക്കരുത് എന്നാലേ. കേസ് അങ്ങനെ നമ്മള് പിന്നെ അവിടെ നിന്ന് സിനുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചു നേരെ വീട്ടിലേക്ക് വരണം. ഇപ്പോൾ ഹോസ്പിറ്റലിലൂടെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഡോക്ടറൊക്കെ കാണിച്ചു. ഇനിയിപ്പോൾ നേരെ വീട്ടിൻ്റെ അവിടെ പോകാൻ കേട്ടോ.